അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്പന്നർ, നേതാക്കന്മാർ, മന്ത്രിമാർ, ഉന്നത പണ്ഡിതന്മാർ, ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയ വലിയ വലിയ ആളുകളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാൻ മാത്രമാണ് ഇന്ന് പലരും താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സാധുക്കളെയും പാവപ്പെട്ടവരെയും നിസാരവൽക്കരിച്ചും കണ്ടില്ലെന്ന് നടിച്ചുമാണ് പലരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം മാതൃകയാക്കേണ്ടത്. നബിയോരത്തിൽ ഇന്ന് ചെറിയൊരു കഥ നമുക്ക് പരിചയപ്പെടാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മദീനത്തെ പള്ളി അടിച്ച് വാരിയിരുന്ന ഒരു സാധുവായ പാവപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇമ്രഅത്തുൻ സൗദ, ഒരു കറുത്ത സ്ത്രീ എന്നൊക്കെയായിരുന്നു ആ സ്ത്രീയെ പരിചയപ്പെടുത്തിയിരുന്നത്. ആ സ്ത്രീയുടെ പേര് മിഹ്ജൻ എന്നായിരുന്നു. ആ സ്ത്രീ ഒരിക്കൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ബന്ധുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കാതെ ആ സ്ത്രീയെ മറമാടുകയുണ്ടായി. സാധുവായൊരു സ്ത്രീയല്ലേ, ആരോടും വലിയ പരിചയങ്ങൾ ഉണ്ടാകില്ല, ആർക്കും അങ്ങോട്ടും വലിയ ബാധ്യതകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടായിരുന്നു അവർ മുത്തുനബിയൊന്നും അറിയിക്കാതിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുകയും ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തു എന്നറിഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ ബന്ധുക്കളെ ശകാരിക്കുന്നുണ്ട്. എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, ദുല്ലൂനി അലാ ഖബരിഹ, എവിടെയാണ് അവളുടെ ഖബർ, അതെനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ ഖബറിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുന്നു, ഒരുപാട് ദുആകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, മദീനയിലെ ഏറ്റവും പാവപ്പെട്ട ഒരു സ്ത്രീ, ആരും പരിഗണിക്കാത്ത ഒരു സ്ത്രീ, ആ സ്ത്രീയെയാണ് ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ഉന്നതന്മാരായ ആളുകൾക്ക് വല്ല രോഗവും പിടിപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്നുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഇത്തരത്തിലുള്ള സാധുക്കളായ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇന്ന് മരിക്കുന്നേ ഉള്ളൂ എന്ന രൂപത്തിൽ, പുച്ഛിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമായിരിക്കും അവരിൽ നിന്നുണ്ടാകാറുള്ളത്. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങൾ നാം മാതൃകയാക്കേണ്ടത്. അവിടുത്തെ ജീവിതം നാം പിൻപറ്റേണ്ടത് പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ, സാധാരണക്കാരനെന്നോ ഉന്നതനെന്നോ നോക്കാതെ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ ഇരു ലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.